ഹലോ ഫ്രണ്ട്സ്, ഞാനൊരു പ്ലെയിൻ മെറ്റീരിയൽ ടോപ്പ് തയ്ക്കുന്ന ഇതാണ് കാണിക്കുന്നത്. അതിനകത്ത് ഞാൻ ബോഡിയിലും കയ്യിലും ഡിസൈൻ കൊടുത്ത് ഒരു കസ്റ്റമർ ഇത് പ്ലെയിൻ തുണിയാണ് തന്നത്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഡിസൈൻ ചെയ്ത് ചെയ്യാൻ പറഞ്ഞാണ് നമുക്ക് തന്നത്. നമുക്ക് ഇഷ്ടമുള്ളത് എന്തെങ്കിലും ചെയ്തോളാനാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഞാൻ നോക്കിയത് പ്ലെയിനാണ്. അപ്പോൾ എൻ്റെ അടുത്തൊരു പീസ് കിടപ്പുണ്ടായി. ഇത് ഫ്രോക്ക് തയ്ച്ചതിൻ്റെ ബാലൻസ് വന്നൊരു പീസാണ്. അപ്പോൾ അത് വെച്ച് ബോഡിയിലും കയ്യിലും ഒരു ഇത് കൊടുത്ത് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ചെയ്താൽ ഇച്ചിരൂടെ വെറൈറ്റി പോലെ തോന്നും. നമുക്കിനി അത് ഈ വച്ച് അടിക്കണ വിധം കാണിച്ചു തരാം. ആദ്യം തന്നെ നമുക്ക് കയ്യിലും ബോഡിയിലും വയ്ക്കണം. അതിന് ആദ്യം നമ്മൾ കയ്യിൽ നമുക്ക് വയ്ക്കാം. കയ്യിൽ ആദ്യം തന്നെ ഒരു 3 ഇഞ്ച് വീതിയിലുള്ള പീസാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് ആദ്യം കൈയുടെ ഉള്ളിലത്തെ വശത്ത് വെച്ച് അടിച്ചിട്ട് നമുക്ക് നല്ല ഭാഗത്തേക്ക് മറിച്ച് അടിക്കാം. ചീത്ത വശത്ത് വെച്ചാണ് ഞാനിത് അടിക്കണത്. ഒരു 3 ഇഞ്ച് വീതി ഉണ്ട് ഈ പീസിന്. നമ്മൾ തയ്ച്ച് കഴിയുമ്പോഴത്തേക്കും അതൊരു 2.5 ഇഞ്ച് വീതിയിൽ കിട്ടും. ആദ്യം തന്നെ നമുക്ക് കൈ അടിച്ച് വയ്ക്കുകയാണെങ്കിൽ പിന്നെ എല്ലാം കൈയുടെ എല്ലാം കഴിഞ്ഞ് വയ്ക്കുകയാണെങ്കിൽ പിന്നെ ബോഡി അടിക്കുമ്പോൾ നമുക്ക് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കാരണം ഇത് കൈയാണ് ഞാൻ ആദ്യം തന്നെ ചെയ്തെടുക്കുന്നത്. ഇത് കൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫ്രണ്ടും ചെയ്യാം. ഇത് ഇങ്ങനെ ശരിക്ക് വലിച്ചു പിടിച്ചടിക്കരുത്. വലിച്ചു പിടിച്ചടിച്ചത് ചുളുക്ക് വരും. നമ്മൾ ഇത് അടിക്കുമ്പോൾ സാവധാനം മറിച്ചടിക്കുന്ന പീസ് ഒരു വലിയ ടൈപ്പ് പീസാണ് കയ്യിൽ വയ്ക്കണത് നമ്മൾ. അപ്പോൾ അത് ഒരുപാട് വലിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പൊള്ളപ്പ് പോലെ വരും. അപ്പോൾ അതുകൊണ്ട് പയ്യെ തള്ളി കൊടുത്ത് അങ്ങോട്ട് ചെയ്താൽ മതി. ഒരു അടിപ്പ് ഇവിടെ അടിച്ച് കഴിയുമ്പോൾ ഈ കൈയുടെയും അവിടെ ബാക്കിയുള്ളത് നമുക്ക് വെട്ടിക്കളയാം. എന്നിട്ട് മുകളിൽ കൂടെ ഇതിനും ഒരു അടിപ്പ് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ കയ്യിൽ പീസ് വെച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് കൈ ബാലൻസ് കയറി ഇറങ്ങിയൊക്കെ ഇരിക്കേണ്ടെങ്കിൽ അത് ലെവലാക്കി കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ഫ്രണ്ടും കുഴിച്ച് വെട്ടണം. കുഴിച്ച് വെട്ടി ഫ്രണ്ട് കൈയുടെയും കുഴിച്ച് വെട്ടണം, നമ്മൾ ബോഡിയുടെയും കുഴിച്ച് വെട്ടണമല്ലോ. അപ്പോൾ നമുക്ക് ഇത് കറക്റ്റാക്കി ഉപ്പും വെച്ചിട്ട് കയറ്റർക്കൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് കട്ട് ചെയ്ത് കളയാം. ഇതിൻ്റെ ഭാഗം കുറച്ച് ബാലൻസ് ഉണ്ട്, അത് നമുക്ക് കട്ട് ചെയ്ത് അങ്ങനെ കളയാം. മറ്റേ ഈ സൈഡും ഒപ്പം ലെവലാണോ എന്ന് നോക്കിയിട്ട് അവിടെയും ബാലൻസ് ചെറുതായിട്ടൊരു ഇതുണ്ട് അവിടെ, അതും നമുക്ക് കട്ട് ചെയ്ത് കറക്റ്റാക്കി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടും കുഴിച്ച് വെട്ടണം. ഫ്രണ്ട് രണ്ട് കൈയുടെയും നടുക്ക് ഇങ്ങനെ ഒരു കട്ടിങ് കൊടുത്താൽ നമുക്ക് മാറിപ്പോവില്ല സെൻറ്റർ. അതുകൊണ്ട് തന്നെ കൈയുടെ കൈക്കുഴി കട്ട് ചെയ്യുക. അത് കട്ട് ചെയ്ത് കഴിയുമ്പോഴും നമുക്ക് ഇതിൻ്റെയും സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്ത് കൊടുത്താൽ മതി ചെറുതായിട്ട്. അപ്പോൾ നമുക്ക് ബോഡിയിലേക്ക് ഫിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫ്രണ്ടും ബാക്കും മാറിപ്പോകില്ല. കുഴിച്ച് വെട്ടിയത് ഫ്രണ്ടിൽ തന്നെ വരണം. ഇനി നമുക്ക് ബോഡിയിൽ അടിക്കാം. അത് അതിൻ്റെ ആദ്യം തന്നെ നമുക്ക് ലൈനിങ് മടക്കി അടിക്കാം. ലൈനിങ് മടക്കി അടിച്ചിട്ട് അതുമേ വെച്ച് തയ്ക്കാം. ലൈനിങ് അത് വെച്ച് തയ്ച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു സ്റ്റിഫിൽ നെക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. ആ പീസ് ഡിസൈനുള്ള പീസുമേ വെച്ച് ഒട്ടിക്കോ സ്റ്റിച്ച് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്തിട്ടാണ് ബോഡിയിലേക്ക് അത് ചെയ്യണത്. അപ്പോൾ ഇത് ലൈനിങ് അടിച്ച് കഴിയുമ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. ഇനി നമുക്ക് ഇത് 2 ലൈനിങ്ങിൻ്റെ അടി അടിച്ച് കഴിഞ്ഞിട്ട് ഇതുമായിട്ട് ഇനി ജോയിൻ്റ് ചെയ്യാം. നമുക്ക് കൈക്കുഴി തുടങ്ങി ആദ്യം അടിച്ചു തുടങ്ങാം. അപ്പോൾ അതാണ് നമുക്ക് എളുപ്പം. ആദ്യം തന്നെ കൈക്കുഴിയിൽ നിന്ന് തുടങ്ങിയിട്ട് ഷോൾഡർ അടിച്ച് ഇതാണെങ്കിൽ ചുളുക്ക് വരില്ല. ഇത് ഈ ബോഡി മുകളിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അവിടെ ജോയിൻ്റ് ഉണ്ട്. അത് ഷോൾഡർ കൈക്കുഴിയിൽ നിന്ന് തുടങ്ങുന്നതാണ് നല്ലത്. ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ നിന്ന് തുടങ്ങി അടിച്ചു തുടങ്ങി. പിന്നെ കറക്റ്റായിട്ട് അടിക്കണം കേട്ടോ ലൈനിങ്.
അല്ലെങ്കിൽ നമ്മുടെ രണ്ടിൻ്റെയും ലൈനിങ്ങിൻ്റെയും ബോഡിയുടെയും സെൻറ്റർ കറക്റ്റാക്കി വെച്ചിട്ട് വേണം തയ്ച്ച് തുടങ്ങാൻ. അല്ലെങ്കിൽ രണ്ടിൻ്റെയും സെൻറ്റർ മാറിപ്പോവും. ലൈനിങ് അതുമ്മ വെച്ച് തയ്ച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ കറക്റ്റാക്കി വയ്ക്കാം. അങ്ങനെ കൈ കൊണ്ട് നന്നായിട്ട് മാർക്ക് ചെയ്ത് വരച്ചു കൊടുത്താൽ സെൻറ്റർ മാറാതെ ഇരിക്കും. എന്നിട്ട് നമുക്ക് ആ നെക്ക് ഇതിനകത്തേക്ക് വച്ചടിക്കുമ്പോൾ സെൻറ്റർ കറക്റ്റായിട്ട് തെളിഞ്ഞ് വെക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇനി ഇതാണ് ഞാൻ സ്റ്റിഫിൽ നെക്ക് കട്ട് ചെയ്തേക്കുന്നത്. അത് നമുക്ക് ഈ ഡിസൈനുള്ള പീസിൽ വച്ച് ആദ്യം തന്നെ അടിക്കാം. ഒരു സ്ക്വയർ ഉള്ള പീസായിട്ടാണ് ഞാനിത് കട്ട് ചെയ്തേക്കണേ. അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് ഈ നെക്ക് കട്ട് ചെയ്തേക്കണതിൻ്റെ സെൻറ്ററും കറക്റ്റാക്കിയിട്ട് നമുക്കതുമ്മ വെച്ച് അടിച്ചിട്ടാണ് നമ്മളത് ബോഡിയിലേക്ക് കൊടുക്കുന്നത്. അത് ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് ഈ പീസ് ഇതിൻ്റെ ഈ നെക്കിൻ്റെ വൈഡ് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് മേളിൽ കുറച്ച് ഭാഗം ഞാനിത് ഇങ്ങനെ നിർത്തിയേക്കണേ. അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ വൈഡ് വ്യത്യാസം വരില്ല. ഇതിൻ്റെ സെൻറ്റർ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഈ സെൻറ്റർ അതിൻ്റെ സെൻറ്ററും കൂടി ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് ഈ നെക്ക് റൗണ്ട് നെക്കാണ് ചെയ്യണത്. റൗണ്ടായിട്ട് അടിച്ചു കൊടുക്കാം. അപ്പുറത്തും ഇപ്പുറത്തും ഒരേ അടിപ്പടിച്ചു കൊടുക്കുക. ഇത് കറക്റ്റായിരിക്കണം കേട്ടോ സെൻറ്റർ. രണ്ടിൻ്റെ സെൻറ്റർ കറക്റ്റാണോ എന്ന് നോക്കിയിട്ട് വേണം നമുക്ക് അടിക്കാൻ. അല്ലെങ്കിൽ ഒരു വശത്ത് ഡിസൈൻ കൂടുതലും ഒരു ഭാഗത്ത് ഡിസൈൻ കുറച്ചും വരും നമ്മളങ്ങനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ. ഇപ്പോൾ നമ്മൾ സെൻറ്ററിൽ വയ്ക്കുമ്പോൾ അപ്പുറം ഇപ്പുറം കറക്റ്റായിട്ട് ആ ഡിസൈന് കറക്റ്റിൽ ഇതിൽ വരും. ഇനി നമുക്ക് ഒരടിപ്പ് ആദ്യം തന്നെ ഇവിടെ അടിച്ചിട്ട് അതിൻ്റെ അപ്പുറത്തുനിന്നും ഒരടിപ്പ് അടിച്ച് നോക്കാം. നിങ്ങളിത് ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഞാൻ തയ്യലും ക്യാമറയും ഞാൻ തന്നെയാണ് ചെയ്യണത്. അപ്പോൾ അതിനകത്ത് പോരായ്മകളുണ്ടാവും, ക്ഷമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇത് കട്ട് ചെയ്തിട്ട് മറ്റേ ആ മേളിലെ പീസ് അത് കട്ട് ചെയ്യുമ്പോൾ മൊത്തം കട്ട് ചെയ്യുമ്പോൾ പൊയ്ക്കോളും. അത് നമുക്ക് വെറുതെ കട്ട് ചെയ്ത് കളഞ്ഞേക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ബോഡിയിലേക്ക് ഇത് വച്ച് തയ്ക്കാം. അവിടെയും നമ്മൾ സെൻറ്റർ കറക്റ്റ് നോക്കണം കേട്ടോ. എങ്കിലും അല്ലെങ്കിൽ ഒരു വശത്തേക്ക് ചരിഞ്ഞു പോകും. രണ്ടിൻ്റെ സെൻറ്റർ കറക്റ്റായിട്ട് നല്ല കൊള്ളില്ലാത്ത ഭാഗത്ത് വെച്ചിട്ട് നല്ല ഭാഗത്തേക്ക് നമുക്ക് മറിച്ചടിക്കുകയാണ് ചെയ്യേണ്ടത്. ബോഡിയുടെ ചീത്ത വശത്ത് വെച്ച് ഇതിൻ്റെ നല്ല ഭാഗം വച്ച് അടിക്കുക. വെച്ചിട്ട് അടിച്ചു കൊടുക്കുക. വശം മാറിപ്പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ രണ്ടാമത് പണിയാവും, അഴിച്ച് ചെയ്യേണ്ടി വരും. ഞാൻ വെച്ചിട്ട് അടിക്കുക. ഈ സെൻറ്ററിൽ കൂടെ ഒരു അടിപ്പ് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ഞാനിപ്പോൾ സെൻറ്ററിൽ കൂടെ അടിക്കാതെ തന്നെ അങ്ങോട്ട് അടിക്കുകയാണ്. സെൻറ്ററിൽ കൂടെ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവില്ല. അല്ലെങ്കിൽ മുട്ടുസൂചി കുത്തി കൊടുത്താലും മാറില്ല. ആദ്യമായിട്ട് ചെയ്യണവർ അങ്ങനെ മുട്ടുസൂചി കുത്തി കൊടുത്ത് ലെവൽ ചെയ്തിട്ട് അടിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ പീസ് ഇങ്ങനെ പിടിച്ചടിക്കാൻ പാടായിരിക്കും അറിയാൻ പാടില്ലാത്തവർക്ക്. ഇത് അറ്റം വരെ അടിച്ചിട്ട് നമുക്ക് ബാലൻസ് കട്ട് ചെയ്ത് കളയാം. ഉള്ളിലുള്ള പീസ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് മറിച്ച് ഇടാം. അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആ എഡ്ജിലൊക്കെ കത്രിക കൊണ്ട് ഒരേ കട്ടും കൂടി കൊടുക്കാം. എല്ലാ വളവിലും ഒരേ ചെറുതായിട്ട് കട്ട് കൊടുക്കും. മറിച്ച് ഇടുമ്പോൾ അല്ലെങ്കിൽ ഫിനിഷിങ് കിട്ടില്ല. ഇനി നമുക്കിത് നല്ല ഭാഗത്തേക്ക് മറിച്ചിട്ട് ഒരടിപ്പ് കൊടുക്കാം. ഇങ്ങനെ വെച്ചിട്ട് അരുകത്തോടെ തന്നെ തയ്ക്കണം കേട്ടോ. നമ്മുടെ ബോഡി പീസ് പുറത്തേക്ക് കാണാത്ത രീതിയിൽ ഒരടിപ്പ് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ഇത് സ്ക്വയറിലാണ് നമ്മൾ ഈ പീസ് കട്ട് ചെയ്തേക്കണേ. പക്ഷേ അടിച്ച് വരുമ്പോൾ സെൻറ്റർ ഭാഗം മാത്രം സ്ക്വയറായിട്ടല്ല അത് അടിച്ച് വരുമ്പോൾ ചെയ്യണം. നമ്മൾ കട്ട് ചെയ്തേക്കുന്നത് സ്ക്വയറിലാണ്. എങ്കിലും നമ്മൾ മടക്കി വരുമ്പോൾ ചെറിയൊരു കുനിപ്പ് കൊടുത്തിട്ടാണ്, സൈഡിൽ കുനിപ്പ് കൊടുത്തിട്ടാണ് ചെയ്യണത്. ഇനി ഇതിങ്ങനെ ഈ ഭാഗം മടക്കിയിട്ട്
അടിക്കുക. ഇവിടെ മടുക്കണ അതേ ലെവലിൽ അപ്പുറ ഭാഗത്തും ഒരേ തയ്യൽ തുമ്പ് ഇട്ട് തന്നെ ചെയ്യണം കേട്ടോ. അങ്ങനെയാണ് അപ്പുറത്തെ വീതിയും ഈ വീതിയും കറക്റ്റായിട്ട് വരുള്ളൂ. മടക്കിയിട്ട് അടിച്ചു കൊടുക്കും. അപ്പോൾ ഈ പീസ് നമ്മൾ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ ഭാഗവും ചുറ്റും അടിച്ച് ഇത് ഇങ്ങനെ ഈ ഷേപ്പിലാണ് അടിച്ചെടുക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ അടിയിൽ ഒരു പീസ് നമ്മൾ കയ്യിൽ വെച്ച അതേ വീതിയിൽ തന്നെ 3 ഇഞ്ച് വീതിയിൽ നമുക്ക് അടിയിലും ഒരു പീസും കൂടി വെച്ച് അടിക്കണം. അതായത് ഞാൻ വെട്ടി വെച്ചുള്ള പീസാണിത്. ഇതും അതുപോലെ തന്നെ ഇത് നല്ല ഭാഗത്തുനിന്ന് മറിച്ച് അങ്ങോട്ട് തയ്ച്ചാൽ മതി. നല്ല ഭാഗത്ത് വെച്ച് അങ്ങോട്ട് അടിച്ചാൽ മതി. ഇനി ഇത് അടിച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം. അടിയിലെ പീസും വെച്ച് കഴിഞ്ഞ് ഇനി ഈ ബാലൻസ് ഉള്ളത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇത് തയ്ച്ച് കഴിയുമ്പോൾ ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ അടി തയ്ച്ച് മോൾ ഭാഗവും തയ്ച്ച് കൈ നമ്മൾ പിന്നെ നേരത്തെ തയ്ച്ച് വെച്ചിട്ടുണ്ടല്ലോ. ഇതെല്ലാം തയ്ക്കുന്നത് കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ്. ഇത് ഇനി ചുരിദാറായിട്ട് തയ്ച്ച് ചെയ്യുന്നത് കാണിക്കാം. ഇതാണ് ചുരിദാർ കഴിഞ്ഞിട്ടുള്ള ഭാഗം. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക.